ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, നമ്മുടെ ഫ്രീഡം ഫൈറ്ററിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഉറപ്പായിട്ടില്ല, കുറച്ച് നല്ല കുറച്ചൊരു പ്രതീക്ഷകളും ന്യൂസും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജാഡൻ സാൻജോ അറ്റ് ലാസ്റ്റ് സാൻജോന് നല്ല ബുദ്ധി തോന്നി, അവന്റെ വേജസ് വെട്ടിച്ചുരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നൊക്കെയാണ് ന്യൂസ് കേൾക്കുന്നത് ടു യുവന്റസ്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാപ്പ് ഡീൽ പോലെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആരുമായിട്ടുള്ള സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡഗ്ലസ് ലൂയിസ്, യുവന്റസിന്റെ മിഡ്ഫീൽഡറാണ്, ബ്രസീലിയൻ പ്ലെയർ. നമ്മുടെ ആസ്റ്റൺ വില്ലയിൽ 23-24 സീസണിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സീസണാണ് ലൂയിസ് യുവന്റസിലേക്ക് പോയത്. പക്ഷെ കാര്യമായ പ്രകടനങ്ങളും ഒന്നും അവിടെ ലൂയിസിന് നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ആസ്റ്റൺ വില്ലയിൽ തരക്കേടില്ലാത്ത നല്ലൊരു പ്രകടനം, മിഡ്ഫീൽഡർ, നല്ലൊരു നമ്പർ 8 പൊസിഷനിൽ കളിച്ച ഒരു പ്ലെയർ ആണ്. അപ്പൊ നമുക്കതൊരു അഡീഷൻ ആയിരിക്കും. പക്ഷേ നമുക്ക് വേണ്ട ഒരു മിഡ്ഫീൽഡർ പൊസിഷൻ അല്ലത്. നമുക്ക് ബ്രൂണോന്റെ കൂടെ കളിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പൊസിഷനിൽ ലൂയിസിന് കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒരു എഡേഴ്സൺ, അതായത് അറ്റ്ലാന്റയുടെ എഡേഴ്സൺ അല്ലെങ്കിൽ ബ്രൈറ്റന്റെ വാർട്ടൺ, അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് സാൻജോയൊക്കെ ഓഫ് ലോഡ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സ്വാപ്പ് ഡീലിനൊക്കെയാണ് യുവന്റസ് തയ്യാറാവുന്നതെങ്കിൽ പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാതെ വേറെ ഒരു വഴിയില്ല. പിന്നെ 25 മില്യൺ ഒക്കെ സാൻജോന് യുവന്റസ് ഒന്നും തരാൻ തയ്യാറാവുന്നില്ല. കാരണം അവന്റെ വേജസ് തന്നെ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ അവനെന്തോ നല്ല ബുദ്ധി തോന്നിച്ചത് കൊണ്ട് കുറച്ച് വേജസ് കട്ടാകുന്നുണ്ട്. കട്ടാക്കാൻ അവൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഫൈനലൈസ് ഒന്നും ആയിട്ടില്ല, സ്റ്റിൽ ടോക്സ് ഓൺ ഗോയിങ് ആണ്. പിന്നെ റാഷ്ഫോർഡിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, റാഷ്ഫോർഡ് ടു ബയേൺ മ്യൂണിച്ച്, അതും ഇങ്ങനെ ഓൾമോസ്റ്റ് നടക്കുമോ നടക്കില്ലേ ആ ഒരു രീതിയിലാണ്. കാരണം ബയേൺ മ്യൂണിച്ചിന്റെ ലിസ്റ്റിൽ കുറേ പ്ലേയേഴ്സ് ഉണ്ട് ആ ഒരു ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ്ങിൽ കളിക്കാൻ. നിക്കോ വില്യംസിന്റെ പേരുണ്ട് അതിൽ, പിന്നെ വേറെയും കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരെ ഒന്നും കിട്ടിയില്ലെങ്കിലുള്ള ഒരു ഓപ്ഷനാണ് റാഷ്ഫോർഡ്. റാഷ്ഫോർഡിന്റെ വേജസ് പ്രശ്നം തന്നെയാണ്. ആന്റണീന്റെ കാര്യത്തിലും തീരുമാനമൊന്നും ആയിട്ടില്ല. ആന്റണി റിയൽ ബെറ്റിസ് അവൻ സാലറി കുറക്കാന്നും ഓൾറെഡി പറഞ്ഞു. 30% വേജസ് ആന്റണി കുറക്കാൻ തയ്യാറാണ്. പക്ഷേ എന്നിട്ടും റിയൽ ബെറ്റിസിന് നമ്മൾ ചോദിക്കുന്ന ആ ഒരു എമൗണ്ട് 40-45 ആണ് നമ്മൾ ചോദിക്കുന്നത്. ആ ഒരു ഡീൽ അവന്മാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും പൈസ ബെറ്റിസിന്റെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിലും കുറച്ചൊക്കെ ആന്റണിയെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നഷ്ടത്തിലേക്ക് പോകും. അപ്പൊ ആ ഒരു നഷ്ടമില്ലാതെ, അതായത് തരക്കേടില്ലാത്ത ഒരു രീതിയിൽ അവിടെ ഇവിടെയും തട്ടാണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു നോക്കലാണ് ഇപ്പൊ നോക്കുന്നത്. പക്ഷെ എന്താ പറയുക, അങ്ങനെ നമ്മുടെ ഒരൊറ്റ പ്ലേയേഴ്സിന് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത്രക്കും പരിതാപകരമായ അവസ്ഥയാണ്. ടൈലർ മലാഷ്യ PSV എന്തോവനിൽ പോയതായിരുന്നു ലോണില്. അവരത് എന്താ പറയാ പെർമനന്റ് ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ലാസ്റ്റ് സീസണിൽ. പക്ഷേ പുള്ളിക്കാരനും തിരിച്ചു വരികയാണ്. പുള്ളിക്കാരനെയും അവര് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ പോവാണെങ്കിൽ നമുക്കാരും വാങ്ങാനും പറ്റൂല. പഴയ ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് തന്നെ വണ്ടി ഓടിക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു എംബോമോടെ ഡീല് പറഞ്ഞ് എനിക്ക് തന്നെ മടുത്ത്. ഞാൻ എത്ര വീഡിയോസിലാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ലാസ്റ്റ് ഞാനിട്ട വീഡിയോയിൽ ആരോ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരേ തമ്മിൽ ഒരേ ഇത്, ഒന്നും മാറ്റിയില്ല. എന്താണ് ബ്രോ ഞാൻ ചെയ്യുക? വേറെ എനിക്ക് തന്നെ അറിയില്ല എന്താണ് ചെയ്യേണ്ടത്. ഈ എംബോയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. ഇപ്പോൾ 1 മാസവും 2 ദിവസമാണ് കറക്റ്റ് എടുത്ത് പറയാം നമുക്ക്. 1 മാസവും 2 ദിവസം. എന്നിട്ടും ആ ഡീല് ഫൈനലൈസ് ആയിട്ടില്ല. ഇപ്പൊ ഇത് പ്രീ സീസൺ ട്രെയിനിങ് തുടങ്ങാനായി. ആരെയാണ് സൈൻ ചെയ്തത്? ഒരൊറ്റ ഒരാള്, മത്തായോസ് കൂന മാത്രം. ഇത് വെച്ചിട്ട് ഇവന്മാർ ഈ അമോറിമിനെ ബാക്ക് ചെയ്യുമെന്ന് പറയുന്നത് എന്ത് ബാക്കിംഗ് ആയിരുന്നു? ഇതാണ് ബാക്കിംഗ്. ഇത് ആസ് യൂഷ്വൽ തന്നെ. ഇപ്രാവശ്യം ആണെങ്കിൽ മിക്കവാറും അമോറിമിനെ സാക്ക് ചെയ്യാനുള്ള മുറിവിളി പെട്ടെന്ന് തന്നെ ഉണ്ടാവും. സാധാരണ അല്ലെങ്കിൽ ഡിസംബർ വരെ, ക്രിസ്മസ് വരെ എത്തുമായിരുന്നു. കാരണം ഇപ്രാവശ്യം എന്താണ്, ആദ്യത്തെ 2 മാസം തന്നെ എല്ലാ ബിഗ് 6 ആയിട്ടുള്ള മാച്ചസ് നമുക്ക് കഴിയുന്നുണ്ട്. ഫസ്റ്റത്തെ 5 മാച്ചസ് തന്നെ എല്ലാവർക്കും അറിയാലോ. ഫിക്സ്ചർ റിലീസ് ചെയ്യുമ്പോൾ തന്നെ വൺ ഓഫ് ദ എന്താ പറയാ ടഫസ്റ്റ് ഫിക്സ്ചർ കിട്ടിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ്. അപ്പൊ തന്നെ അമോറിമിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇവന്മാര് ഒരു തുള്ളി ബാക്കപ്പ് കൊടുക്കുന്നില്ല, ഒരു സഹായം ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ മാജിക് കാണിക്കാനൊന്നും പുള്ളിക്കാരനെ കൊണ്ട് പറ്റില്ല.
അമോറിമിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. നമുക്കറിയാം നമ്മുടെ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയും അവന്മാർക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് കളിക്കാനുള്ളത്. ആകെ ഒരു മെത്തേസ് കൂനിയും വെച്ചിട്ട് ഞാൻ കളിച്ചുകൂടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യം അത്. ഇതുപോലത്തെ ഈ പറഞ്ഞ് മടുത്ത് എത്രാന്ന് വെച്ചിട്ടാണ് ഇത് പറയുക. ഈ ഒരു മാനേജ്മെന്റ് മാറാതെ ഒന്നും ഒരു രക്ഷപ്പെടലും കാണുന്നില്ല. അവന്മാരാണിട്ട് മാറുകയില്ല. എല്ലാ കിളവന്മാരും കൂടിയിട്ട് മറ്റേ നമ്മളെ വർഷങ്ങൾക്ക് ശേഷം പടം എടുത്തത് പോലെ ആ ഒരു അവസ്ഥയിലാണുള്ളത്. സെക്കൻഡ് ഹാഫിലുള്ള പോലെ എല്ലാ കിളവന്മാരും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്താണ് ഇവിടെ ഓൾഡ് ഏജ് ഹോം? ഒന്നിനും ഒരു ഗുണവും ഇല്ല. സിറ്റി ഇപ്പൊ നോക്കിക്കോ, ഓൾറെഡി ആ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായതിന്റെ ദേഷ്യമായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ പെപ്പ് പോയിട്ട് അറബിനോട് പറയും, അണ്ണാ അറബി എനിക്ക് ഒരു 500 കൊടുത്താണ്. അപ്പൊ തന്നെ കൊടുക്കുകയും ചെയ്യും. ഇനിയിപ്പോ ലോകത്തുള്ള എല്ലാ പ്ലേയേഴ്സിനെയും കൊണ്ടുപോവുകയും ചെയ്യും. ചെൽസിനെ കാണുന്നില്ലേ, 4 ടീമായിട്ട് ഇറക്കാനുള്ള പ്ലേയേഴ്സ് അയാളാ. ലേറ്റസ്റ്റ് ആയിട്ടാണ് പെഡ്രോനെയും കൊണ്ടുപോയി. എന്തൊരു അവസ്ഥയാണ് ഇത്! എവിടെയാണോ ഇവന്മാര് കളിപ്പിക്കുക? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ചെൽസി ഇത് എവിടെ കളിപ്പിക്കും ഇവന്മാരെല്ലാരും കൂടിയിട്ട്? കഴിഞ്ഞ സീസണിൽ തന്നെ ചറപ്പറ വാങ്ങിയിട്ട് ട്രോൾ ഉണ്ടായിരുന്നു. മറ്റേ 4 ടക്കർ ബസ്സുകളുടെ ട്രോളൊക്കെ ആയിരുന്നു ചെൽസിന്റെ ട്രെയിനിങ് ബസ് എന്നും പറഞ്ഞിട്ട് പോയത്. ഇപ്രാവശ്യം അത് 10 അത്രയും പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ആകെ ഡഗ്ലസ് ലൂയിസ് വിത്ത് സാൻജോ സ്വാപ്പ് ആണ്. എംബോമോയുടെ ഡീല് ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ബ്രെൻഫോർഡിന് 70 മില്യൺ ഒക്കെ വേണമെന്നാണ് പറയുന്നത്. വോക്ക് ഓഫ് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. 70 മില്യൺ കൊടുത്തിട്ടൊന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. മറ്റേ സൈൻ ചെയ്യാൻ പറ്റുമോ നോക്കുക. പിന്നെ വാറ്റ്കിൻസിന്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു സ്ട്രൈക്കറായിട്ട്. എത്രയാണ് ആസ്റ്റൺ വില്ല ചോദിക്കുന്ന അറിയാമോ? 60 മില്യൺ. 29 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഓലി വാറ്റ്കിൻസിന്റെ ടാർഗറ്റ് പ്രൈസ് ആണ്. എന്നിട്ട് നമ്മുടെ ഒരു സാൻജോനും ആന്റണിക്കും റാഷ്ഫോർഡിനൊന്നും പ്രൈസ് നമുക്ക് കൂട്ടാൻ പറ്റില്ല, ആരും വാങ്ങില്ല. പക്ഷെ നമ്മളൊരു പ്ലെയറിന്റെ ബാക്കിൽ പോയി വാറ്റ്കിൻസിനൊക്കെ 60 മില്യൺ, 29 ഇയേഴ്സ് ഓൾഡിന് 69. അവൻ അത്ര പ്രൂവൺ സ്ട്രൈക്കർ എങ്ങാനാണ്. കളിക്കുന്നുണ്ട്, ഓക്കെ ആണ്. ആസ്റ്റൺ വില്ലയിൽ കളിച്ചിട്ട് കുറെ ഗോളുകൾ കളിച്ച് പ്രീമിയർ ലീഗിൽ കുറച്ച് പ്രൂവണുമാണ്. പക്ഷെ 60 മില്യൺ ഒക്കെ ചോദിക്കുന്ന ഒരു അർത്ഥം വേണ്ടേ? വാറ്റ്കിൻസിനൊക്കെ 60 കൊടുക്കണമെങ്കിൽ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതിലും നല്ലത് ഈ ഹോയ്ലൻഡിന് വെച്ച് കൂട്ടുന്നത് തന്നെയാണ്. ഇല്ലെങ്കിൽ ചീപ്പർ ഓപ്ഷൻ ആയിട്ട് മറ്റേ നോക്കാം. എസ് എ കാണുന്നില്ലേ, മിക്കവാറും ആസ്നലിലേക്ക് പോകും. എസ് എ ക്രിസ്റ്റൽ പാലസിന്റെ ആസ്നൽ ഓൾറെഡി ടോക്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മറ്റേറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം ഇവന്മാർക്ക് ഗ്യോക്കോറസിനെ നമുക്ക് എന്തായാലും കിട്ടില്ല. ഓന്ത് ബാക്കിൽ നിൽക്കണം. ഗ്യോക്കോറസിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഓന്ത് ബാക്കിൽ നിൽക്കണം. സത്യം പറയാലോ, ഓന്ത് കണ്ടിട്ട് പറയും, അണ്ണാ നമിച്ചു. ഇതുപോലെ ഒരു പ്ലേറ്റ് മാറ്റുന്ന ഒരു ചങ്ങായി ആസ്നൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ആസ്നൽ വീണ്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ വീണ്ടും വന്നിട്ട് പറയും എനിക്ക് യുണൈറ്റഡ് മതി. അവൻ എവിടെയാണ് അവ പോവുക? കുറച്ചു കാലം എക്കിറ്റേക്കിന്റെ ന്യൂസുകൾ ഉണ്ടായിരുന്നു. അതും ഇപ്പോ എന്താ പറയാ വരച്ച അവസ്ഥയിലാണുള്ളത്. 3G ആയിട്ട് വരച്ച അവസ്ഥയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്ട്രൈക്കർ എനിക്ക് തോന്നുന്നു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഒരു മറ്റേ സൈൻ ചെയ്ത് അന്നേരം നമുക്ക് തള്ളി കൊണ്ടുപോകും. ഒരു സീസൺ, അടുത്ത സീസൺ ഒന്ന് തട്ടിമുട്ടി കൊണ്ടുപോയി എങ്ങനെയെങ്കിലും യൂറോപ്യൻ കോമ്പറ്റീഷനിൽ കയറി പറ്റിയാൽ നെക്സ്റ്റ് സീസൺ എങ്കിൽ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അല്ലാണ്ട് ഈ സീസണിൽ ഇനി ഒന്നും നടക്കാനില്ല. ടൈം കഴിഞ്ഞു. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഒരു മാസം ഒരു പ്ലെയറിനെ വെച്ചിട്ടാണ് ഇവന്മാര് നോക്കുന്നതെങ്കിൽ ഒരു 3-4 പ്ലെയേഴ്സിനെ വാങ്ങണമെങ്കിൽ ഇവന്മാർക്ക് 4 മാസം വേണം. അപ്പൊ അടുത്ത സീസണിൽ നമുക്ക് വാങ്ങാൻ പറ്റും. കാരണം അത്രയും ഇവന്മാര് ആമ പോലും ഇത്രയും സ്ലോ ഉണ്ടാവില്ല. ആമക്ക് പോലും ഇതിലും നല്ല സ്പീഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേസ്റ്റ്. സൈനിങ് ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് പറയുക? ഇത് എല്ലാ ടീമും കൂടി നമ്മളെ അധപതനം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തമായ ഒരു പ്ലാൻ എന്ന് പറയേണ്ടി വരും. അതാണ് അല്ലെങ്കിൽ നടക്കുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയാം വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഡഗ്ലസ് ലൂയിസ് സാൻജോ ആയിട്ട് സ്വാപ്പ് ആവുമോ, ഇല്ലെങ്കിൽ സാൻജോ വീണ്ടും മനസ്സ് മാറിയിട്ട് എനിക്ക് സാലറി ഒന്നും കുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുവോ, റാഷ്ഫോർഡിന് പയ്യൊന്ന് കൊണ്ടുപോവോ, ആന്റണി റിയൽ ബെറ്റിസിൽ പോവോ, ഗർനാച്ചോ ഒരാൾക്കും വേണ്ട. ചെൽസി ആദ്യമൊക്കെ വന്നിരുന്നു ഗർനാച്ചോനെ വേണം. നമ്മൾ 70 മില്യൺ ആണ് പ്രൈസ് ഇട്ടത്, അത് ഇടണം.
ഓലി വാറ്റ്കിൻസിന് 60 മില്യൺ ആസ്റ്റൺ വില്ലക്ക് ചോദിക്കാമെങ്കിൽ നമുക്ക് 70+ ഗർണാച്ചോക്ക് ചോദിക്കാം. ഞാനാണെങ്കിൽ ചോദിച്ചിരിക്കും, കിട്ടിയ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. എന്തിനാണിത്? നമ്മൾ ചോദിക്കുന്ന പ്ലേയേഴ്സിന് മാത്രം മതി ഇത്രയും പൈസ. അത് നമ്മുടെ പ്ലേയേഴ്സിന് പ്രൈസ് നമുക്ക് ടാഗ് ഇട്ടൂടെ? 60 മില്യൺ 70 മില്യൺ നിർബന്ധമാണ് ഗർണാച്ചോന്, അല്ലാണ്ടൊന്നും കൊടുക്കാനേ പാടില്ല. വാറ്റ്കിൻസിനൊക്കെ 60 വയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എന്ത് മറ്റേ പരിപാടി ഇത് കൊടുക്കേണ്ടതെന്ന് ആവശ്യം തന്നെയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നത് നമുക്ക് നോക്കാം. അതുവരേക്കും ബൈ.